നമസ്കാരം. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പം വളരെ ചൂടായിട്ടുള്ളൊരു വിഷയമാണ് ഇലക്ഷൻ്റെ വിജയം. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആരാന്നുള്ള ചർച്ചയാണ്. ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം ഞാനിത് ആരെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. പകരം ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പം ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഇതാണെങ്കിലും എൽ ഡി എഫിൻ്റെ ഇതാണെങ്കിലും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ എൽ ഡി എഫിൻ്റെ ആളുകളും യു ഡി എഫിൻ്റെ ആളുകളും നല്ല രീതിയിൽ കമൻ്റ് ഇടുന്നുണ്ട്. ഇപ്പോൾ യു ഡി എഫിൻ്റെ ആളുകൾ അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള മാസ് കമൻറ്റുകൾ ഇടുന്നുണ്ട്. എൽ ഡി എഫ് തൂക്കി, പിണറായിയുടെ ഇതും അതും ഇതൊക്കെ പറഞ്ഞ് യു ഡി എഫുകാർ കുറേ കമൻറ്റ്, അതുപോലെ തന്നെ എൽ ഡി എഫുകാർ തോറ്റത് ഞങ്ങളാണെങ്കിലും ശരിക്കും നിങ്ങളാണ് തോറ്റതെന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളും, അങ്ങനെ എൽ ഡി എഫ് ചതിക്കും അതും ഇതും പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ. ഇതുകൊണ്ട് ഏറ്റവും കൂടുതലും കോളടിച്ചിരിക്കുന്നത് ഈ ഇൻസ്റ്റഗ്രാമിലുള്ള ഇൻഫ്ലുവൻസിനാണ്, ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത്. കാരണം ഇപ്പം മുഖം കാണിച്ച് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുഖം കാണിക്കാതെ നമ്മളത് ഇതുവരെ കാണാത്ത ഈ AI വീഡിയോ ജനറേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ശരിക്കും നല്ല രീതിയിൽ അക്കൗണ്ടിന് റീച്ച് കിട്ടുന്ന ഒരു സമയമാണ്. കാരണം എങ്ങനെ പോയാലും 1,00,000, 2,00,000, 5,00,000, 1 മില്യൺ വരെ വ്യൂവേഴ്സ് കിട്ടും. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും കൂടെ ആകുമ്പോൾ. യൂട്യൂബ് അത്ര ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമാണ്. പക്ഷെ അവർ വേറൊരു ഇതും കൂടെ അവർ നോക്കുന്നുണ്ട്. ആളുകളെ തമ്മിലടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെ വന്നാലും 500, 1000 കമൻസുകൾ വരും. അതിൻ്റെ അകത്ത് ഈ രണ്ട് പാർട്ടിയുടെ ആളുകളും കിടന്ന് ഫൈറ്റാണ്. ഇത് ഒരിക്കലും ഇതിട്ടവൻ അതിനൊരു റിപ്ലൈ നൽകത്തില്ല. പകരം ഈ പാർട്ടിയുടെ ആളുകൾ മറ്റ് രണ്ട് പാർട്ടിയിലെ ആളുകളും കിടന്ന് ഇങ്ങനെ അടികൂടുക. അതുകൊണ്ട് അവർക്ക് പ്രയോജനം, അവരുടെ അക്കൗണ്ട് റീച്ച് കയറും, അവർക്ക് നല്ല വ്യൂവേഴ്സും അതുപോലെ തന്നെ ചിലപ്പോൾ പൈസ കിട്ടുമോ എനിക്കറിയത്തില്ല. എനിക്ക് ഈ ഓൺലൈനിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊന്നും എനിക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് എനിക്കതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. ചിലപ്പോൾ അവർക്ക് പൈസ കിട്ടുമായിരിക്കും. അങ്ങനെ അവർ ഇതിനെക്കുറിച്ച് തന്നെ അവർ നിരന്തരം ഇങ്ങനെ വീഡിയോസ് ചെയ്യും. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഒരുപാട് കണ്ടു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരുപാട് ഞാൻ ഈ വീഡിയോ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കമൻറ്റ് രണ്ട് കൂട്ടരും കിടന്ന് ഫൈറ്റാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുക. കാരണം ഒരു സോഷ്യൽ മീഡിയ ഫൈറ്റ് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. കാരണം നിങ്ങൾ തന്നെ ചെയ്യുന്നവർ തന്നെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കത് പ്രയോജനമാണ്, അത് ചെയ്തവർക്ക് പ്രയോജനം, നിങ്ങൾക്കൊരു ഗുണവുമില്ല. ഇപ്പോൾ പറയുമ്പം ഈ കൊച്ചി രാജാവ് സിനിമയ്ക്കകത്ത് ഈ വിജയരാഘവൻ്റെ ടീമും റിയാസിൻ്റെ ടീമും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ജഗതി ഇങ്ങനെ ലോറിക്കകത്തോന്ന് പറയും, എടാ മണ്ടന്മാരെ നീയൊക്കെ തമ്മിൽ തല്ലി ചത്തോ എന്നും പറഞ്ഞ് കളിയാക്കിപ്പോവും. അത് തന്നെയാണ് ഇവിടെയുള്ളത്. അവർ നിങ്ങളൊന്ന് തമ്മിലടിപ്പിച്ച് അവർക്കൊരു പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയെങ്കിലും ഈ വീഡിയോ എല്ലാവരും കാണുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ കാണുന്നവരൊന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു ഇലക്ഷൻ ആകുമ്പോൾ പരാജയവും ജയമൊക്കെ ഉണ്ട്, അത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ ഇനിയെങ്കിലും കമൻറ്റ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇടുന്നതുകൊണ്ട് നമ്മൾ മണ്ടന്മാരും ആവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പരമാവധി സൈബർ അറ്റാക്കുകൾ ഒഴിവാക്കാൻ രണ്ട് കൂട്ടർക്കും നല്ലതാണ്. അപ്പോൾ ഇത്രേ കാര്യം എനിക്ക് പറയാനുള്ളത്. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് എനിക്കും എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒന്ന് കമൻ്റൊക്കെ ഇടുമ്പോൾ ഒന്ന് ആലോചിക്കുക, ശരിയാണോ തെറ്റാണോ. അപ്പം ഇത്രേ കാര്യം പറയാനുള്ളത്. അപ്പം എന്തായാലും രണ്ട് മുന്നണികൾക്കും ഇനിയുള്ള നാളുകൾ നല്ലതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.